സിനിമ അടിപൊളിയാണ്, കിടിലൻ പടം. മമ്മൂട്ടി ഹീസ് ഇൻ ഫൈനസ്റ്റ്. ഇത്തരം ഒരു കഥാപാത്രം കണ്ടിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമ. എങ്ങനെയുണ്ട് ചോദിക്കേ വേണ്ടി, ഞങ്ങളിങ്ങനെ ഭ്രമിച്ചാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. എല്ലാവരും വന്ന് കാണണം. നമുക്ക് അടിപൊളിയായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് തന്നെ വന്നത്. ഇഷ്ടപ്പെട്ടു. നല്ല പടം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു മൂവിയാണ്. തിയേറ്റർ വാച്ചാണ്. എല്ലാവരും നല്ല മികച്ച പെർഫോമൻസ് കാണാം നമുക്ക്. അങ്ങനെ ഒരാളെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യല്ല. ചില ഭാഗങ്ങളിലാണെങ്കിൽ കൂടിയും അവർ നല്ല സിദ്ധാർത്ഥ് ഭരതനായാലും അർജുൻ അശോകനായാലും നല്ലൊരു പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ഹീസ് ഇൻ ഫൈനസ്റ്റ് ആസ് ഓൾവേസ് ആൾ ഡെലിവർ ചെയ്തിട്ടുണ്ട് മാക്സിമം. നല്ലൊരു മൂവിയാണ് അത് വേണമായിരുന്നു. അത് ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കാം. കാണുന്നതിന് മുന്നേ അങ്ങനെ ഒരു ഹെസിറ്റേഷൻ വേണ്ട, അത് അങ്ങനെയാണ് കാണണ്ടേ. ആ ഒരു മൂഡിന് അത് ആപ്റ്റായിരുന്നു ആ BMW ഫോർമേഷൻ. എന്നെ സംബന്ധിച്ച് സിനിമ കാണുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ആശങ്കകളുണ്ടായിരുന്നു. കാരണം മമ്മൂട്ടി എന്നൊരു മനുഷ്യനാണ്, വ്യക്തിയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെ അതിശയിപ്പിക്കും എന്നുള്ളൊരു കാരണങ്ങളുണ്ടെങ്കിൽ കൂടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതെങ്ങനെ കണക്റ്റ് ആകുമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഞാനെന്നൊരു പ്രേക്ഷകനെ എനിക്ക് അതൊന്നും അലട്ടിയില്ല. കാരണം സിനിമ തുടക്കം മുതൽ എഴുതി കാണിക്കുന്നുണ്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സിനിമയുടെ സർട്ടിഫിക്കറ്റ് അടക്കം ചാനൽ പാർട്ട്നേഴ്സിൻ്റെ ലോഗോസ് അടക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ട്യൂൺഡിൻ്റെ കൊള്ളാം. മമ്മൂക്കയൊക്കെ അല്ലാതെ വേറെ ആർക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രാഹുൽ സദാശിവ അങ്ങനെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അർജുൻ അശോകൻ പിന്നെ മ്യൂസിക് എന്ന് പറയുന്നത് ക്രിസ്റ്റോ സേവറിൻ്റെ മ്യൂസിക് ആണെങ്കിൽ അതിനേക്കാളും ഗംഭീരം. പക്ഷേ മമ്മൂക്ക ഓളിനോളം മമ്മൂക്ക തന്നെയാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലൈമാക്സ് ആയിട്ട് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓളിനോൾ എനിക്ക് പടം ഓക്കെയാണ്. ഓളിനോൾ തോന്നുന്നുണ്ട് ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. എല്ലാവർക്കും എന്തായാലും ഫാമിലിക്കും എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണിത്. കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ ആക്ടിങ് കൊള്ളാം, സൂപ്പർ. മമ്മൂട്ടി പറഞ്ഞതന്നെ ഒന്നും പ്രതീക്ഷിച്ച് കാണല്ലേ, നോർമൽ മൈൻഡിൽ കാണണം പടം. അടിപൊളി പടം, കിടിലൻ പടം, നല്ല പടം. കുറച്ച് സൂപ്പർ പറയുന്ന പോലെയല്ല, കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ത്രില്ലടിപ്പിച്ച് നമുക്ക് തന്നെ പേടിയാവും അവസാനം. ആ സിനിമ ക്ലൈമാക്സ് കൊള്ളായിരുന്നു, നല്ല ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷേ ഇഴച്ചിലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇരുന്ന് ത്രില്ലടിക്കുന്ന ഇതുള്ളതുകൊണ്ട് നമ്മൾ അതിരുന്ന് കണ്ടുപോകും. വലിയ കുഴപ്പമില്ല, നല്ല പടം. പ്രമേഹം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ കുറേ പേരുടെ അടുത്ത് ഞാൻ അഭിപ്രായം പറഞ്ഞായിരുന്നു. ഒരു മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം രാഹുൽ സദാശിവൻ്റെ ഇതിനു മുമ്പുള്ള 2 സിനിമകളും നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. ഒന്ന് റെഡ് റെയിൻ ഇറങ്ങിയത് പോലും ആരും അറിഞ്ഞില്ല, പോയി. പിന്നെ ഭൂതകാലം OTT റിലീസായിരുന്നു. അപ്പോൾ ഈ സിനിമ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പഴങ്കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ചാത്തൻ്റെ കഥയൊക്കെ നല്ല രീതിയിൽ സിനിമയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് അതെന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു. സിനിമ തുടങ്ങി ഒരു 10-15 മിനിറ്റാകുമ്പോൾ നമ്മൾ ആ ഒരു മനയിലോട്ടും ഈ ഒരു 3-4 കഥാപാത്രങ്ങളുണ്ട് സിനിമയിൽ. ആകെ മൊത്തം അത്രയേ ഉള്ളൂ. പക്ഷേ മെയിനായിട്ടും മമ്മൂട്ടിയും അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഇവരിലാണ് കഥ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു 2 മണിക്കൂർ 20 മിനിറ്റുള്ള സിനിമയിൽ ഏറെക്കുറെ നമ്മളെ സിനിമയിലോട്ട് പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. രാഹുൽ സദാശിവൻ നല്ല സൂപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ സിനിമയുടെ ആ ഒരു സെറ്റ് വർക്ക്, മനയൊക്കെ ഉണ്ടല്ലോ, ഒരു മികച്ച രീതിയിൽ അതിനെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഡിസൈൻ, സിനിമയുടെ സൗണ്ട് ഡിസൈൻ, ടെക്നിക്കൽ ആസ്പെക്റ്റൊക്കെ കിടിലമാണ്. നമ്മൾ സമയവും കണ്ടിട്ട് എങ്ങോട്ട് വരുന്നത് ആ ഒരു ജേണൽ പറഞ്ഞ സിനിമയല്ല. പക്ഷേ ആ ഒരു പ്രേതപ്പടവും അങ്ങനെ ഒരു ഇതല്ല, ഹൊറർ എന്നുള്ളതല്ല. ഇത് വേറൊരു ജേണലാണ്. പിന്നെ അഭിനയമൊക്കെ ആകെ 5-6 പേരേ ഉള്ളൂ ഇതിനകത്ത്. അതൊക്കെ എല്ലാം സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെ ഒന്നും പറയാനില്ല, നല്ല അഭിനയമായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം തൊട്ടാണ് അതിൻ്റെ ഒരു ത്രില്ല് നമ്മൾ അറിയുന്നത്. അതിനുശേഷം ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് എൻഡ് വരെയും നമ്മളിങ്ങനെ എന്താവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു പടമായിരുന്നു. കാണാം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ല അഭിനയമൊക്കെയാണ്. ഹൊററാണെന്ന് ഞാൻ വന്നിട്ടാണ് മനസ്സിലായത്. പക്ഷേ കൊള്ളായിരുന്നു, അടിപൊളിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസിൽ നല്ലതാണ്. എല്ലാം നല്ല ക്ലാരിറ്റി, ക്ലിയർ ആയിട്ടൊക്കെയാണ്. ക്യാമറ നന്നായിട്ട് നല്ല ഷോട്ടുകളാണ്, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഏരിയയുടെയും സ്ഥലങ്ങളുടെ എല്ലാം അടിപൊളിയാണ്. ഗുഡ്. കൂടുതൽ
കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.